വേലായുധ എന്തോ நான் கடவுளைத்தான் கூப்பிட்டேன். இருந்தாலும் நீ இங்க வா. முருகா, இன்னைக்கு கிருத்திகை. கோயிலே தரிசனத்துக்கு நிறைய கூட்டம் வரும். ஆனா அப்பா, അവർക്കിട്ട് തമിഴിൽ പൈസ വേണ്ട, മലയാളത്തിൽ പറഞ്ഞാൽ മതി. പുരിയല്ലേ? ഞാൻ അവർക്കിട്ട് എല്ലാം ചൊല്ലിട്ടെ. നീങ്ക ബാർബർ ഇല്ലേ, നായരാണെന്നൊക്കെ. അടക്കടവുളേ, இவளு சொன்னது எல்லாம் சரிதான். ஆனா இங்க வந்ததுக்கு அப்புறம் தான் ഞാനായത്. എനിക്ക് അന്നം തന്ന തൊഴിലിനെ ഞാൻ തള്ളി പറയാൻ മാട്ടേൻ. എനിക്കറിയാം. വേലായുധന് ഞങ്ങളോട് കോപം തോന്നുന്നു. എതുക്ക്? സോറി, എന്തിന്? കളവ് പറഞ്ഞതിന്. കളവ് പറഞ്ഞിട്ടില്ലല്ലോ. തമിഴ് സംസാരിച്ചു എന്നല്ലേ ഉള്ളൂ. മലയാളികളല്ല എന്ന് നിങ്ങൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അഥവാ നീ പറഞ്ഞെങ്കിൽ തന്നെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അല്ലറ ചില്ലറ കളവൊക്കെ പറയാത്ത ആരാ ഉള്ളതെന്നേ. എന്നെ ആനന്ദവല്ലി കൊടുത്തു വെച്ചവ. ഉന്നെപ്പോലെ നല്ലൊരു പുരുഷനെ വേറെ എങ്ക കിടക്കും? അന്ത ബാഗ് അണ്ണയ്ക്ക് തരുന്ന കള്ളനോട് എനിക്ക് നന്ദിയുണ്ട്. അന്നാ ബാഗ് സത്യം പറഞ്ഞ അച്ഛാ, ഞാൻ പോതും. നീ എന്നെ അച്ഛാന്ന് വിളിച്ചില്ലേ, അത് പോതും. കണ്ണാ, ഒരു വാട്ടി എന്നെ അമ്മാന്ന് കൂപ്പിട്. സത്യം പറഞ്ഞ ആ ബാഗ് ഞാൻ വേണ്ട, നീ അതിലിടപെടണ്ട. ആ ബാഗ് തേടിയവൻ ആരായാലും ശരി, അവനെ പിടിക്കാൻ പോലീസ് കൊടുക്കും. എന്നിട്ട് ആ ഇൻസ്പെക്ടർ അഴകപ്പന് ഞാൻ 5 മാസത്തെ ഷേവ് ഫ്രീ ആയിട്ട് ചെയ്തു. അയാൾ അവനെ ഇടിച്ച് പപ്പടമാക്കിയോട്ടെ, ഞാനായിട്ടൊന്നും പണ വേണ്ട. അതെ, ഇങ്ങ വാ. എനിക്ക് ആകെ ഇവളെ ഉള്ളൂ. ഇവളെ ഉൻകൈയിലല്ലാമേ ഞാൻ വേറെ ആരെ ഏൽപ്പിക്കാൻ? ஏன் கண் கலங்குறீங்க? இந்த കല്യാണം കാണാൻ വേലായുധന്റെ അച്ഛൻ ധർമ്മലിംഗവും അമ്മ ശിവകാമിയും ഇല്ലാതെ പോയല്ലോ എന്നാ. നങ്ങേലി, ഞാനൊരു ദുഷ്ടനല്ലേ? എന്നാരാ പറഞ്ഞേ? എനിക്കങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ. ആരെങ്ങനെ പെരുമാറിയാലും അതിനൊക്കെ എന്തെങ്കിലും കാരണമില്ലാതിരിക്കുവോ? അത് നേരാ നീ പറഞ്ഞത്. ദൈവം തമ്പുരാന്റെ മുന്നിലായാൽ പോലും തോറ്റു കൊടുക്കാൻ ശങ്കരൻകുട്ടിമേനാവില്ല. അമ്മിണിയെ നല്ലൊരുത്തിന് വിവാഹം കഴിച്ചു കൊടുക്കണം. എനിക്കത് ചെയ്തേ പറ്റൂ. അടുത്ത ആഴ്ച ഞാനൊരു സ്ഥലം വരെ പോവാ. അവൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. നീ പേടിക്കണ്ട, പഴയതുപോലെ ഇത് കലങ്ങാനൊന്നും പോണില്ല. ഇതിനിടത്തട്ടുകാരോ ബ്രോക്കർമാരോ ഇല്ല. ഒരാളെ ഇതിന്റെ മുമ്പിലുള്ളൂ, കളരിക്കൽ കിഴുക്കാന്തൊടിയിൽ ശങ്കരൻകുട്ടി മേനോൻ. ശങ്കരൻകുട്ടി മേനോൻ എപ്പോഴെങ്കിലും തോറ്റിട്ടുണ്ടോ? ഇല്ല. അതൊന്ന് മുഖത്ത് നോക്കി പറഞ്ഞേ. ഇല്ല. ആ, അതാ പറഞ്ഞത്. ഇത് നടക്കും. എന്നിട്ടൊരു 5 കൊല്ലം കഴിയട്ടെ. അച്ഛൻ ചെയ്തു തന്ന ഉപകാരത്തിന് അന്ന് എൻ്റെ മോൾ എന്നോട് നന്ദി പറയും. നീയും. അങ്ങനെ ഒരു ആലോചന ഉണ്ടെങ്കിൽ അത് നടക്കും, തീർച്ച. അമ്മിണിയും വേലായുധൻകുട്ടിയും തമ്മിലുള്ള ബന്ധം എനിക്കറിയുന്നത് പോലെ ലോകത്ത് ആർക്കും അറിയില്ല. ഇതിനൊരു തീരുമാനം ഇന്ന് തന്നെ എടുക്കണം. തീരുമാനം എടുത്തു കഴിഞ്ഞു. നാളെ കാലത്ത് 6 മണിക്ക് പഴനിക്ക് ഒരു ബസ് ഉണ്ട്. അതിന് 2 ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് അമ്മിണിക്കുട്ടിക്കും ഒന്ന് കുഞ്ഞിക്കാതർ. ടിക്കറ്റ് പാര് പോയാലും കിട്ടും. പക്ഷേ അമ്മിണിക്കുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് ഒരു മാർഗം നമ്മൾ കണ്ടുപിടിക്കണല്ലോ. കണ്ടു കഴിഞ്ഞു പോലെ. ചെകുത്താന്റെ ബുദ്ധിയല്ലേ പടച്ചോ ഞമ്മക്ക് തന്നത്. അതാ നോക്കി വരും. അല്ല, ഇതാര് വാസുവോ? എന്താത്ര സംശയം? ഇപ്പോഴാണ് മീശയില്ല വാസു മീശയുള്ള വാസു ആയത്. ഓ കാല് മാറി. തലയിൽ വെളിച്ചം കയറാൻ ഇത്ര സമയം വേണ്ടി വന്നു. എന്നോടൊന്നും തോന്നരുത്. ഈ കണക്കിന് ആ ശങ്കരൻകുട്ടി തലയിൽ ഇത്തിരി വെളിച്ചം കയറ്റി കൂടെ? അതെ, അതോടെ ഈ പ്രശ്നം തീരല്ലോ. അത് നടക്കുമെന്ന് തോന്നില്ല. അതൊരു പ്രത്യേകതരം തലയാണ്. അപ്പോഴേ കാർ റെഡി. അപ്പൊ കാർ എടുത്ത് നമ്മൾ മേനോന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ സമയം വാസു അമ്മിണിക്കുട്ടിയെ പുറത്തിറക്കും.
അതെ. അമ്മിണിയെ കാർ കയറ്റി കുറച്ച് തള്ളിക്കൊണ്ടുപോയ ശേഷം വേണം കാർ സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ മേനോ ശബ്ദം കേൾക്കും. കറക്റ്റ്. 6 മണിയുടെ ബസ്സിന് കുഞ്ഞിക്കാതറും അമ്മണിയും പഴയിലേക്ക് പുറപ്പെട്ടതിന് ശേഷമേ നങ്ങേലമ്മ മേനോനെ ഉണർത്തു. ഇന്നാ മോളെ, മോള് വേഗം പൊയ്ക്കോ. പൊയ്ക്കോ. വേഗം വാ. അവരെന്താ കാണാത്ത? ഒന്ന് ഹോൺ അടിച്ചാലോ? പക്ഷെ മണ്ടത്തരം കാണിക്കല്ലേ. ഓണടിച്ചാ മേനോൻ കേൾക്കൂലെന്ന്. വെറുതെ വിവരക്കൂടെ ഓരോന്ന് പറയാണ്ട്. അല്ലെങ്കിൽ ഉല്ലാസയാത്ര പോയിട്ടാണ് ഓണടിച്ച് വിളിക്കാൻ. വരണുണ്ട്. കേറ്റ്. എല്ലാരും കൂടെ കൂടി കയറി മീതിക്ക് വരെ കുത്തിരുന്ന വണ്ടി ഉള്ളതാരെ ശങ്കരോട്ട് വന്നോ? ശരിയാണ്. ഇറങ്ങി വേഗം. നല്ല കാര്യത്തിലല്ലേ ഇന്ന് ഞാൻ ഓടിക്കാം. ഇതുപോലെ വീസ പൈനക്ക് വാസു. ഹരഹരോ ഹരഹര. അമ്മിണിയെ രക്ഷിച്ചേക്കാളേറെ എനിക്ക് സന്തോഷം ഈ കള്ളക്കഴിവര് നമ്മുടെ ഭാഗത്ത് ചേർന്നതാ. കൊച്ചു കള്ള. ഈ പരാതിയും വെച്ച് ഞാൻ കേസ് രജിസ്റ്റർ ചെയ്താൽ സംഗതി തലതിരിയും. അമ്മിണിക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നല്ലേ പരാതി? അല്ലാതെ പിന്നെ പാതിരാത്രിക്ക് അവരെന്റെ വീട്ടിൽ കയറി വന്ന് വിരുന്നുണ്ണാനാ? തട്ടിക്കൊണ്ടുപോയില്ലെന്ന് അമ്മിണിക്കുട്ടി പറഞ്ഞാൽ താൻ വന്ന് ലോക്കപ്പിൽ കിടക്കുവോ? അങ്ങനെ ഒരു വകുപ്പുണ്ടോ? ഉണ്ട്. കോടതി പോയാ താൻ പറയുന്നില്ല അമ്മിണിക്കുട്ടി പറയുമെന്ന് തനിക്ക് ഉറപ്പുണ്ടോ? തന്തയാണെങ്കിൽ പോലും അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റില്ല സാറേ. എന്നാ പിന്നെ പോകുന്നതാ നല്ലത്. ഈ കേസ് നിൽക്കില്ല. എന്നാലും അവരെ ഒന്ന് പേടിപ്പിച്ചിട്ടേ വിടാവൂ. എൻ്റെ ഒരു അപേക്ഷയാണ്. നീയും എന്നെ ചതിച്ചു അല്ലേടാ? മന്ത്രങ്ങളൊന്നും മറന്നുപോയിട്ടില്ലല്ലോ അല്ലേ? ഇനി ആരെയാണാവോ അവിടെ നിന്ന് തുള്ളിക്കാൻ പോണേ? അളിയോ, എന്നെ തോൽപ്പിച്ചു കളയാമെന്നൊരു മോഹം മനസ്സിലുണ്ടെങ്കിലേ അതങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. ദൈവം ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയാ. സാരമില്ല മോളെ, നിന്റെ കുട്ടിയുടെ അടുത്തെത്താൻ ദൈവം നിനക്ക് തരുന്ന മറ്റൊരു നല്ല വഴിയായിരിക്കും. എന്റെ മോള് സമാധാനപ്പെടും. എനിക്കിനി കുട്ടിയേട്ടൻ ഒരിക്കലും കിട്ടില്ലമ്മ. കുട്ടിയേട്ടൻ എന്നെ വിട്ടു പോവും. എന്നെ എല്ലാവരും ഒറ്റക്കാക്കിട്ട് പോവും. മുരുക, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് മുരുക? കുഞ്ഞിക്കാതർ എവിടെ മുരുക? അവൻ കൊണ്ടുവരാന്ന് പറഞ്ഞ എന്റെ അമ്മണി എവിടെ മുരുക? മുരുക, ഞാൻ ഇങ്ങ இருக்கிறேன் சார். தாபா வந்திருக்காரு. வண்டியில உட்காந்துருக்காரு. ஆமா. അപ്പൊ എന്റെ അമ്മണിക്കുട്ടി ഉണ്ടാവും മുരുക? നോക്കണ്ട, ഓളില്ല. ഇല്ലേ? പടച്ചോന്റെ കിതാബിൽ എഴുതിയ വായിക്കാൻ നമ്മളെ കണ്ണിന് വെളിച്ചം പോരാ. മനസ്സിലായില്ല കുഞ്ഞിക്കാതറെ? നമ്മൾ വിചാരിച്ച ഒറ്റ സംഗതി നടന്നില്ല. നടന്നില്ലെന്ന് മാത്രല്ല, ഒടുക്കം നമ്മൾ പോലീസ് സ്റ്റേഷനിലും ആയി. എന്താണ് ഉണ്ടായത്? ഉണ്ടായത് എന്താന്ന് ആവർത്തിച്ച് വിസ്തരിക്കുമ്പോൾ നേരം വെളുക്കും. അമ്മിണിക്കുട്ടി ആൺകുട്ടികൾ കൊണ്ടുപോയി ചെയ്യും. ആ ശങ്കരൻകുട്ടി മേനോൻ എന്ന സാധനല്ലേ, ഒരു കടോൽ ഖജന. അങ്ങോട്ട് നമ്മൾ ഒന്നായിട്ട് വാരി മലത്തി അടിച്ചാലിഞ്ഞു മോനെ. ഞാൻ മരിക്കാൻ പോവാ. എന്നാ പിന്നെ ആർക്കൊരു വിഷമമില്ലല്ലോ. ഇത് കുറച്ച് നേരത്തായിരുന്നു നമുക്ക് വസൂലി ലാഭമായിരുന്നു. ഞാൻ ഇനി എന്താ ചെയ്യാ കുഞ്ഞിക്കാതറെ? ഇവിടെയാണെങ്കിൽ ആ കാളിമുത്തും ആനന്ദവല്ലിയും കൂടി എന്നെ സ്നേഹിച്ച് കൊല്ലുക. ഒരു വഴിയുണ്ട്, ഒരൊറ്റ വഴി. ആ വഴിക്ക് നീങ്ങാൻ നീ തയ്യാറാണോ? വഴി അപകടമില്ലാത്താണെങ്കിൽ തയ്യാറാ. നിന്റെ ആനന്ദവല്ലിനോട് ഉള്ള കാര്യം തുറന്നു പറഞ്ഞ് നീ തടിയൂരി നാട്ടിൽ പോകാൻ നോക്ക്. എന്നിട്ട് ഒച്ചപ്പാടൊന്നുമില്ലാതെ പോലീസിലൊരു പരാതി എഴുതി കൊടുക്ക്. പോലീസ് ആമ്പടിയോടുകൂടി അമ്മിണിക്കുട്ടി നിന്റെ ഉള്ളം കയ്യിൽ വന്ന് ഭരതനാട്യം നടത്തിയിട്ടില്ല, അത് കാണാൻ ഞാൻ വരുന്നുണ്ട്. നീ പോ മുരുക. കുറെ ദിവസമായി പണി നടന്നിട്ട് വിട് ബസ് സ്റ്റാൻഡിലേക്ക്. ഹായ് ഹായ്.
എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. കടയടച്ച് നീங்க വേഗം വരണമെന്ന് ഞാൻ സാമിയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. ഏൻ தெரியுமா, ഇപ്പൊ ഇവിടെ നമ്മ രണ്ടുപേരും മാത്രം தான் இருக்கோம். അച്ഛനും അമ്മയും കോയിലിൽ തങ്കത്തേര് பார்க்க போயிருக்கு. ஆ நில்லுங்க, ஒரு விஷயம். இன்னைக்கு இங்க ஒரு குர்த்தி வந்திருந்தா, கை பார்க்குற குர்த்தி. என் முகம் பார்த்தோன்னு அவ என்ன சொன்னா தெரியுமா, உன் மனசுல ஒரு ராஜகுமாரன் இருக்குன்னு. அம்மா அப்பாலாம் பக்கத்துல இருந்தாங்க. எனக்கு ஒரே வெக்கமாயிடுச்சு. ആനന്ദം, നിന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്ക് വിഷമം തോന്നൂല. എന്നാ சொல்றது நீங்க தானே, சொல்லுங்க. നിന്നെ കാണുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അമ്മണിക്കുട്ടിയെ. ഏത് അമ്മണിക്കുട്ടി? അവളെ പറ്റി ഞാൻ എന്താ നിന്നോട് പറയുക? അതങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തരാവുന്നൊരു ബന്ധമല്ലല്ലോ ആനന്ദം. ആനന്ദം, നേരത്തെ പറയായിരുന്നില്ലേ ഞാനിങ്ങനെ വെറുതെ എന്റെ മനസ്സ് ശരണം ശരവണ പദഗുഹാ ശരണം ശരണം ഗുരുഗുഹാ ശരണം ഗുരുപദാ ശരണം ശരണമടിഞ്ചിട്ടേൻ കണ്ടാ ശരണം തനിത്താനറിந்து நான் തന്മയമാകിടനി ഏയ്, കണ്ടകിരി ജ്ഞാനമുമേ എന്നെ തൂക്കും. ഇത് വിടിഞ്ച് എവ്വളോ നേരായി പോച്ച്. വായാണ്ടവനേ വന്നിടുവീ. ഇന്നലെ രാത്രി ഉറങ്ങാൻ വൈകിയല്ലേ, ഉங்க മനസ്സ് കഷ്ടമാ இருந்திருக்கும். எனக்கு தெரியும். പെട്ടെന്ന് അത് കേട്ടപ്പോ நான் என்னென்னமோ சொல்லிட்டேன். എന്നെ മன்னிச்சிடுங்க. ഞാനല്ലേ നിന്നെ വേദനിപ്പിച്ചത്? ഏയ്, അപ്പൊ അങ്ങനെ തോന്നിയെന്നേ ഉള്ളൂ. യോസിച്ചു പാത്താ ഞാൻ താ ഒരു പൈത്യം. ഈ വീടും പഴനിമല അല്ലാതെ വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല. വിവരം പുരിയാമേ എന്തൊക്കെയാ ഞാൻ കാണിച്ചു കൂട്ടിയത്. വന്നു കയറിയപ്പോ തന്നെ ഞാനെല്ലാം പറയേണ്ടതായിരുന്നു. അതൊന്നും പറവാല്ലെങ്കിൽ നാമ രണ്ടുപേരും പഴകി கொஞ்ச நாள் தான் ஆச்சு. அதுக்குள்ள நீங்க என்ன விட்டுட்டு போயிடுவீங்களோன்னு எனக்கு எவ்வளோ வேதனையா இருக்கு. இவ்வளோ காலமா உங்களையும் மனசில் நினைச்சிட்டு இருக்கிற அம்மணிக்குட்டிக்கு എത്ര വിഷമം ഉണ്ടാവും. ആ കുട്ടിയെ ഇനി ഇങ്ങനെ വിഷമിപ്പിക്കരുത്. നിങ്ങൾ സീക്കിരം ഊருக்கு പോയി എന്താ പൊണ്ണെ കൂട്ടിയിട്ട് വാങ്ങ, ഇവിടെ താമസിക്കാം. പിന്നെ അപ്പ അമ്മ കിട്ടെല്ലാം ഇപ്പോൾ ഒന്നും ചൊല്ല വേണ്ട. നിങ്ങൾ നാട്ടിൽ പോയതിന് ശേഷം ഞാൻ എല്ലാം ചൊല്ലിக்கிறேன். പെട്ടെന്നത് കേട്ടാ എന്നെപ്പോലെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ആ പിന്നെ വേഗം കുളിച്ച് റെഡി ആവണം. അമ്മ ദോശ ഉണ്ടാക്കുന്നുണ്ട്. அப்புறம் உங்களுக்காக ஸ்பெஷலா சக்கரை பொங்கல் பண்ணிருக்கேன். சீக்கிரம் வரணும். അമ്മിണി, അമ്മിണി, മോളെ വാതിൽ തുറക്കും. മോളെ, മോളെ വാതിൽ തുറക്കാൻ. അമ്മിണിക്കുട്ടി കഥ അടച്ചകത്തിരുന്ന് എന്ത് ചെയ്യാണ് എന്റെ ഈശ്വര? വിളിച്ചിട്ട് മിണ്ടുന്നില്ല. അവളെ ഉപദ്രവിക്കേണ്ട നങ്ങേലി, അവൾ അകത്ത് സുഖമായിട്ടിരുന്നോട്ടെ. ഇത് അങ്ങനെയൊന്നും അല്ല. എന്റെ മോൾ എന്തെങ്കിലും ചെയ്യും. എനിക്ക് പേടിയാകുന്നു. അമ്മിണി, മോളെ അമ്മിണി. നീ അങ്ങോട്ട് മാറിക്ക. അമ്മിണി, അമ്മിണി, എന്റെ അമ്മേ. മോളെ, എന്റെ പൊന്നു മോളെ, നിനക്കാരായി ബുദ്ധി പറഞ്ഞു തന്നത്? ഒരു സെക്കൻഡ് തെറ്റിയിരുന്നെങ്കിൽ എന്റെ മോളിപ്പം ഒരു മനുഷ്യ പറ്റില്ല തളയി പോയല്ലോ നിങ്ങള്. എന്റെ മോളെ കുരുതി കൊടുത്തിട്ട് നിങ്ങൾ ആരുടെ മുൻപിലാ ജയിക്കാൻ പോകുന്നത്? അങ്ങേലി, ശങ്കരൻകുട്ടി മേനോൻ ഇപ്പോഴും ജയിച്ച് തന്നെ നിൽക്കുന്നത്. നിന്റെ പുന്നാര മോൾക്ക് ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എടേ, ഈ വീടിന്റെ ഉത്തരത്തില്
ഒരു കാലത്തൊരു ശവം ആടി കളിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ എന്തിനാ തൂങ്ങിയെന്നറിയോ? ഇല്ലെങ്കിൽ കേട്ടോ, നിന്റെ മുത്തശ്ശിയില്ലേ, ആ തള്ള കാരണം സർവ്വവും നശിച്ച് കടം വന്നാ എൻ്റെ അച്ഛൻ തൂങ്ങിയത്. അതിനുശേഷം ഞാൻ കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയതാ ഈ കാണുന്നതൊക്കെ. അതിനകത്ത് അതേ തള്ളയുടെ ഒരു വിത്ത് കാരണം നീയും തൂങ്ങാൻ പോവാ. എനിക്കൊന്നും അറിയില്ല അച്ഛ, പക്ഷെ കുട്ടിയുണ്ടില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഒരിക്കലും കഴിയില്ലേ? ഇല്ല. നിന്റെ കുട്ടിയേട്ടൻ പഴനിയിലെ ആരാണെന്നാ പറഞ്ഞേ? കുട്ടിയേട്ടൻ അവിടെ ലെതർ ഫാക്ടറിയിൽ ഹെഡ് ക്ലീനിങ് സെക്ഷന്റെ സൂപ്പർവൈസർ ആണെന്ന് പറഞ്ഞു. ശരി, സൂപ്പർവൈസറെങ്കിൽ സൂപ്പർവൈസർ. നമുക്ക് അവനെ കാണാം. നല്ലോണം പ്രാർത്ഥിച്ചോ, പഠിച്ചവനൊക്കെ ഒന്ന് എളയിക്കോട്ടെ. ഇങ്ങോട്ട് വാ. ഇതാ നിനക്ക് നാട്ടിലേക്കുള്ള ടിക്കറ്റാ. നാളെ സന്ധ്യക്കാണ് ബസ്. നീ മെല്ലെ വിട്ടോ. നീ അമ്മണിക്കുട്ടിയും കൂട്ടി വരുമ്പോഴേക്ക് നിനക്ക് നല്ലൊരു തൊഴിലല്ലേ, അത് ഞാൻ ഏറ്റു. പിന്നെ ഞാൻ പോണു. ഇന്റെ പണി കൊടുക്കണ്ടല്ലോ. നടന്ന പണി ഒന്നും ശരിയായില്ല. 2 പേഴ്സ് അടിച്ച് 2ഉം കാലി.